എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി അവിൽ വിളയിച്ചത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിൽ വിളയിക്കാൻ ആവശ്യമായി 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് അരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. തിളച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുത്ത ശർക്കര പാനി വീണ്ടും ആ പാനിൽ തന്നെ ഒഴിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തിരുമിയ തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര പാനിയിലെ വെള്ളം വറ്റുന്നതിന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവമാകുന്നവരെ ഇളക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുക. 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ ഓഫാക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടാകുമ്പോൾ കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ തീ ഓഫാക്കുക. വീഡിയോ കാണുന്ന കൂട്ടുകാർ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രൈ ചെയ്ത നട്ട്സ് മാറ്റി വെച്ചിട്ട് ആ നെയ്യ് ഇതിലൊഴിക്കുക. ഇതിലേക്ക് 3 കപ്പ് അവിലിട്ട് ചെറു ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്താൽ മതി. കൈ കൊണ്ട് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കുക. അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളും ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നുള്ള റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പോസ് മിസ്.